ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ഇക്വേഷൻസ് അഥവാ സമവാക്യങ്ങൾ. എന്താണ് സമവാക്യം അഥവാ എന്താണ് ഇക്വേഷൻസ്? ഇക്വേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഗണിതത്തിലെ മാത്സിലെ ഒരു സെന്റൻസ് ആണ്. ഈ സെന്റൻസിന് 2 ഈക്വൽ പാർട്സ് കാണും. ആ ഈക്വൽ പാർട്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ഈക്വൽ സൈൻ ആയിരിക്കും. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ സെന്റൻസ് ആണ്. അതിന് 2 ഈക്വൽ പാർട്സ് കാണും. അതായത് ഇവിടെയും ഒരു ഭാഗം കാണും, ഇവിടെ ഒരു ഭാഗം കാണും. ആ ഈക്വൽ പാർട്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈക്വൽ സൈൻ ആണ്. ഇങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ സെന്റൻസിനെയാണ് നമ്മൾ ഇക്വേഷൻസ് അഥവാ സമവാക്യം എന്ന് പറയുന്നത്. 2 ഭാഗം കാണും, അതിന് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഈക്വൽ സൈൻ, അതിനെ തരംതിരിക്കുന്ന ഒരു ഈക്വൽ സൈൻ ഉപയോഗിച്ചിട്ടാക്കി. നമുക്ക് 4 + 2 = 6. 4 + 2 6. ഇതിനെ ഈക്വൽ എന്ന് പറയുന്ന ഈ സിംബൽ ഉപയോഗിച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. 5 + n = 10. അപ്പൊ എന്തോ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ സൈൻ വരുന്ന ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഇക്വേഷൻ. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്തു തുടങ്ങിയാണ് ഈ ചാപ്റ്ററിൽ. ആദ്യം നമ്മൾ അഡീഷനും സബ്ട്രാക്ഷനും മാത്രം വരുന്ന പ്രോബ്ലംസ്, അതായത് കൂട്ടാനും കുറയ്ക്കാനും മാത്രം വരുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? Suhara opened her money box and started counting. How much do you have? Mother asked. If you give me 7 rupees, I have around 50. Suhara looked up hopefully. How much does she have in her box? അപ്പൊ സുഹറ തന്റെ പണപ്പെട്ടി തുറന്നു നോക്കിയപ്പോൾ 7 രൂപ കൂടി ഉണ്ടായിരുന്നു എങ്കിൽ 50 രൂപ എന്റെ കയ്യിൽ ഉണ്ടായേനെ. എങ്കിൽ സുഹറയുടെ കയ്യിൽ ഇപ്പൊ എത്ര രൂപയുണ്ട്? 7 റുപ്പീസും കൂടെ കിട്ടിയിരുന്നു എങ്കിൽ സുഹറയുടെ കയ്യില് 50 റുപ്പീസ് വന്നേനെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സുഹറയുടെ കയ്യിൽ എത്രയുണ്ട്? അപ്പൊ സുഹറ പറഞ്ഞത് എന്താ? സുഹറയുടെ കയ്യിൽ ഇപ്പൊ എത്രയോ രൂപയുണ്ട്, പക്ഷെ അതിന്റെ കൂടെ 7 രൂപ കൂടി 7 റുപ്പീസ് കൂടി ആഡ് ചെയ്തിരുന്നുവെങ്കിൽ എത്രയായി മാറിയേനെ? 50 ആയി മാറിയേനെ. ഓക്കെ, അപ്പൊ 7 രൂപ ആഡ് ചെയ്താലാണ് 50 ആവുന്നത്. ഓക്കെ, 7 രൂപ ആഡ് ചെയ്തില്ലെങ്കിലോ? അതായത് 7 രൂപ ആഡ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ കയ്യില് 1 രൂപയുണ്ട്, അതിന്റെ കൂടെ 2 കൂടി ആഡ് ചെയ്താൽ കൂട്ടിയാൽ 3 രൂപയാവും. എന്റെ ഒരു കയ്യില് 1 രൂപയുണ്ട്, അതിന്റെ കൂടെ 2 രൂപ കൂട്ടിയാൽ 3 രൂപയാവും. ഞാൻ 2 രൂപ കൂട്ടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്റെ കയ്യില് 1 രൂപ ഉണ്ടെന്നല്ലേ? 1 രൂപയേ ഉള്ളൂ. അതായത് ഈ 3ൽ നിന്ന് ഈ 2 അങ്ങ് കുറച്ചാൽ നമുക്ക് 1 കിട്ടും. ഓക്കെ, അതുകൊണ്ട് തന്നെ സുഹറയുടെ കയ്യിലുള്ള പൈസയുടെ കൂടെ 7 രൂപ കൂട്ടിയാൽ 50 രൂപ 50 റുപ്പീസ് സുഹറയുടെ കയ്യിലുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 7 രൂപ കൂട്ടാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50ൽ നിന്ന് ഈ 7 കുറച്ച് കളയണം, സബ്ട്രാക്ട് ചെയ്യണം. 43 രൂപ. അതാണ് നമ്മുടെ സുഹറയുടെ കയ്യിലുണ്ടായിരുന്നത്. അതായത് 43 രൂപയാണ് സുഹറയുടെ കയ്യിൽ. 43 റുപ്പീസാണ്. 43 റുപ്പീസിനോട് 7 ആഡ് ചെയ്യുമ്പോഴാണ് 50 കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെ അഡീഷനും സബ്ട്രാക്ഷനും വരുന്ന രീതിയിലുള്ള കുറച്ച് പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പേജ് നമ്പർ 34 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 6 more marks and I would have got full 100 marks in the math test. Rajan was sad. How much mark did he actually get? അതായത് 6 മാർക്ക് കൂടി കിട്ടിയിരുന്നു എങ്കിൽ രാജന് മാത്സ് പരീക്ഷയില് ഫുൾ മാർക്ക് കിട്ടിയേനെ, 100 മാർക്ക് കിട്ടിയേനെ. ഓക്കെ, അപ്പൊ 6 ഇപ്പൊ രാജന് 1 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ആ മാർക്ക്
മാർക്കിന്റെ കൂടെ എത്ര കൂടി കിട്ടണമായിരുന്നു? 6 മാർക്സ് കൂടി കിട്ടിയിരുന്നുവെങ്കിൽ രാജന് ഫുൾ മാർക്ക്, അതായത് 100 മാർക്സ് കിട്ടിയേനെ. അപ്പൊ ഒരു പ്രസന്റ് മാർക്ക് അൺനോൺ ആണ്, നമുക്ക് അറിയത്തില്ല. ആ മാർക്സിനോട് 6 കൂട്ടിയപ്പോ 100 കിട്ടി. എന്നാൽ നമുക്ക് രാജന് ആ 6 മാർക്ക് കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഈ 6 കൂട്ടുന്നില്ല. 6 കൂട്ടുമ്പോഴാണ് 100. 6 കൂട്ടാതിരുന്നാലോ 100ൽ നിന്ന് 6 അങ്ങ് സബ്ട്രാക്ട് ചെയ്യേ. എത്രയാ? 94 മാർക്ക്, 94 മാർക്സ്. അപ്പൊ രാജന്റെ കിട്ടിയ മാർക്ക് എത്രയാണ്? 94. അപ്പൊ ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ സ്റ്റെപ്പ് എഴുതേണ്ടത്. എന്നിട്ട് ലാസ്റ്റ് എഴുതാം രാജന്റെ മാർക്ക് സമം 94, അഥവാ ദ മാർക്ക് ഗോട്ട് ബൈ രാജൻ ഈക്വൽ 94. രാജൻസ് മാർക്ക് ഈക്വൽ 94. അപ്പൊ 94 മാർക്സ്. അപ്പൊ നോക്കിയ ശരി, ചെക്ക് ചെയ്ത് നോക്കണം. ഏത് കാര്യവും ചെക്കിംഗ് ഉണ്ട്. എങ്ങനെയാ? 94 മാർക്സ് ആണ് ഉത്തരമെങ്കിൽ 94ന്റെ 6 മാർക്സ് കൂട്ടിയാൽ 100 വരണം. വന്നില്ലേ? ഇതാണ് സ്റ്റെപ്സ്. ഇത്രയുമാണ് ഈ പ്രോബ്ലത്തിന്റെ സ്റ്റെപ്പ്. അപ്പൊ ഇങ്ങനെ എഴുതുക. ഓക്കെ. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മദർ ഗേവ് 60 rupees to Lizzie for buying books. She gave back the 13 rupees left. For how much money did she buy books? അതായത് പുസ്തകം വാങ്ങാൻ ലിസിക്ക് അമ്മ എത്ര രൂപയാണ് കൊടുത്തത്? 60 രൂപ കൊടുത്തു. പുസ്തകം വാങ്ങി വന്ന് ബാലൻസ് കിട്ടിയ, മിച്ചം കിട്ടിയ 13 രൂപ ലിസി എന്ത് ചെയ്തു? അമ്മയ്ക്ക് തിരിച്ചു കൊടുത്തു. അങ്ങനാണെങ്കിൽ എത്ര രൂപയാണ് പുസ്തകത്തിനായി ചെലവായത്? നോക്കിയേ, ലിസിക്ക് അമ്മ കൊടുത്ത രൂപ എത്രയാ? 60 രൂപ. ഓക്കെ. ഈ 60 രൂപയിൽ ലിസി എന്ത് ചെയ്തു? പുസ്തകത്തിന് പൈസ കൊടുത്തു. ബാക്കി എത്ര രൂപ കിട്ടി ലിസിക്ക്? 13 രൂപ കിട്ടി. അപ്പം 60 രൂപയിൽ 13 rupees ചെലവായിട്ടില്ല. ഓക്കെ. അപ്പൊ 60 രൂപയിൽ നിന്ന് 13 രൂപ അങ്ങ് സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എന്റെ കയ്യില് 5 rupees ഉണ്ട്. ഞാൻ അതിൽ നിന്ന് കുറച്ച് രൂപ എടുത്ത് മിഠായി വാങ്ങിച്ചു, ചോക്ലേറ്റ് വാങ്ങിച്ചു. ഈ 5 rupees എന്നൊക്കെ പറയാൻ കാരണം വളരെ ചെറിയ നമ്പർ ആകുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കാൽക്കുലേഷൻ നടക്കും. ഏത് വലിയ പ്രോബ്ലവും നിങ്ങൾ ചെറിയ നമ്പർ വെച്ച് നിങ്ങൾ സ്വയം ചിന്തിച്ചാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. 60 പകരം ഞാൻ 5 രൂപ എടുത്തു. ഈ 5 രൂപയില് കുറച്ച് പൈസ എടുത്ത് ഞാൻ ചോക്ലേറ്റ് വാങ്ങിച്ചു. ഓക്കെ. ചോക്ലേറ്റ് വാങ്ങിച്ചിട്ട് ബാക്കി അപ്പൊ എന്റെ കയ്യിൽ എത്ര ഉണ്ടെന്നറിയാവോ? 2 രൂപ വീണ്ടും എന്റെ കയ്യിലുണ്ട് ചെലവാകാതെ. അപ്പൊ എത്ര രൂപയാണ് ഞാൻ ചോക്ലേറ്റിന് കൊടുത്തത്? എന്റെ കയ്യിൽ 5 രൂപയുണ്ട്. ഇപ്പം എന്റെ കയ്യിൽ 2 രൂപയുണ്ട്. അപ്പൊ എത്രയാണ്? 5ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്ത 3. ഓക്കെ. അതായത് 60 രൂപയാണ് ലിസിക്ക് അമ്മ കൊടുത്തത്. 60 രൂപയിൽ 13 rupees എന്ത് ചെയ്തു? ലിസി തിരിച്ചു അമ്മയ്ക്ക് തന്നെ കൊടുത്തു. ആണല്ലോ. അങ്ങനാണ് എങ്കിൽ എത്ര രൂപയാണ് പുസ്തകത്തിനായത്? എന്ത് ചെയ്യണം? 60ൽ നിന്ന് 30 സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ. 47 ആണല്ലോ. ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാ? ബുക്കിന് 47 അല്ലേ ആയത്. പിന്നെ ലിസി കൊണ്ടുപോയി അമ്മയ്ക്ക് കൊടുത്ത രൂപ എത്രയാ? 13 രൂപ. 47 ടെക്സ്റ്റ് ബുക്കിനായി 13 rupees അമ്മയ്ക്ക് തിരികെ കൊടുത്തു. അങ്ങനെയാണ് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോ എത്ര വരണം? അമ്മ ആദ്യം കൊടുത്ത 60 രൂപ വരണം. ഇത് രണ്ടും കൂട്ടി നോക്ക്, 60. അപ്പൊ ഇവിടെ ചെക്കിംഗ് എഴുതിയിട്ട് അത് എഴുതണം. ഓക്കെ. 34th പേജില് third question. Gopalan bought a bunch of bananas. 7 of them were rotten, which he threw away. Now there are 46. How many bananas were there in the bunch? അപ്പൊ നോക്ക്, ഗോപാൽ എന്ത് ചെയ്തു? ഒരു ബഞ്ച് ബനാന, ഒരു കുല പഴം വാങ്ങിച്ചു. അതിൽ നിന്ന് 7 എണ്ണം ചീത്തയായത്,
അഴുകിയ 7 എണ്ണം ഉണ്ടായിരുന്നു. ആ 7 എണ്ണം എന്ത് ചെയ്തു? ഗോപാലൻ ആ കുലയിൽ നിന്ന് പറിച്ചങ്ങ് കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇപ്പം ആ കുലയില് 46 ആണുള്ളത്. എങ്കിൽ ആകെ എത്ര പഴമുണ്ട് നോക്ക്. ഗോപാലൻ ഒരു കുല പഴമല്ലേ വാങ്ങിച്ചത്? 7 എണ്ണം ചീത്തയായത്, അഴുകിയത് ഗോപാലൻ റോട്ടൺ ബനാനാസ് എടുത്തു കളഞ്ഞു. ഓക്കെ, 7 എണ്ണം അല്ലേ? അതിനുശേഷം കളഞ്ഞതിന് ശേഷം ഗോപാലന്റെ ആ കുലയില് 46 എണ്ണം ഉണ്ട് ആണല്ലോ. അപ്പൊ ഗോപാലൻ കുല വാങ്ങിച്ച സമയത്ത്, ബെഞ്ച് ഓഫ് ബനാന വാങ്ങിച്ച സമയത്ത് ഈ നല്ല പഴവും ഈ മോശം പഴവും ആ കുലയിൽ തന്നെ ഉണ്ടേ. അപ്പൊ ഇത് രണ്ടും കൂടെ ചേരുന്നതല്ലേ ആ കുലയിലുള്ള ആകെ പഴത്തിന്റെ എണ്ണം. 7 എണ്ണം ചീത്തതും 46 എണ്ണം നല്ലതും. വാങ്ങിച്ചപ്പോ ഇങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് ഗോപാലൻ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഈ 7 എണ്ണം കളഞ്ഞതേ ഉള്ളൂ. അപ്പം ആ ബെഞ്ച് ഓഫ് ബനാനയില് ആ പഴക്കുലയില് എത്ര പഴമുണ്ട്? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. എത്രയാ? 53. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചെക്ക് ചെയ്യണ്ടേ? ആകെ 53. ഗോപാലൻ എന്ത് ചെയ്തു? അതിൽ നിന്ന് 7 എണ്ണം അങ്ങ് കളഞ്ഞു. കാരണം ചീത്തയാ. അപ്പൊ എത്രയാ ആൻസർ? 46 നല്ല പഴമുണ്ട്. അതല്ലേ കിട്ടിയില്ലേ? ഓക്കെ, അടുത്തത് 4th ക്വസ്റ്റ്യൻ ആണ്. Vimala spent 163 rupees shopping and now she has 217 rupees. How much money did she have at first? Okay, വിമല എന്ത് ചെയ്തു? 163 റുപ്പീസ് ഷോപ്പിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്തു. ഷോപ്പിങ്ങിന് എത്ര സ്പെൻഡ് ചെയ്തു? 163. അപ്പൊ നിങ്ങൾ സ്റ്റെപ്പ് എഴുതേണ്ടതാണ് ഫോർ ഷോപ്പിംഗ് 163 ആണല്ലോ. ഇപ്പം വിമലയുടെ കയ്യില് എത്ര രൂപയുണ്ട്? നൗ 217 റുപ്പീസ്. അപ്പൊ വിമല ഷോപ്പിങ്ങിന് വേണ്ടി ഇത്ര രൂപ ചെലവാക്കി. ഇപ്പൊ 217 രൂപയും ഉണ്ട്. അങ്ങനെയാണ് വിമലയുടെ കയ്യിൽ ആകെയുള്ള, അതായത് ഷോപ്പിംഗ് ചെയ്യുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന പൈസ എന്ന് പറയുന്നത് എത്രയാണ്? ഇപ്പം 217 ഉണ്ട്. ഷോപ്പിങ്ങിന് ചെലവാക്കിയത് 163. അങ്ങനെ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതല്ലേ ആകെ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് വിമലയുടെ കയ്യിലുണ്ടായിരുന്ന പൈസ എത്രയാ? 280. 280 രൂപയാണ് വിമലയുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 264 added to a number make it 452. What is the number? 264 added to a number, it makes 452. അതായത് 264 ഏതോ ഒരു നമ്പറിന്റെ കൂടെ ആഡ് ചെയ്തു. ഏതോ ഒരു നമ്പറാണ്, എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ഡാഷ് ഇട്ടു. ആ നമ്പറിനോട് ആഡ് ചെയ്തപ്പോ നമുക്ക് എത്ര കിട്ടി? 452 കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏത് നമ്പറാണ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഈ 452 ഇത് സബ്ട്രാക്ട് ചെയ്താൽ പോരെ, കുറച്ചാ പോരെ? അതറിയാൻ ഈ വലിയ നമ്പർ കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കണം. 5ന്റെ കൂടെ ഏതോ ഒരു നമ്പർ ആഡ് ചെയ്തപ്പോൾ 6 കിട്ടി ആണല്ലോ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് 1 ആണെന്ന് അറിയാം. പക്ഷെ അതെങ്ങനെയാ കിട്ടുന്നത്? 6ൽ നിന്ന് ഈ 5 സബ്ട്രാക്ട് ചെയ്താൽ മതി 1 കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ നമ്പർ കിട്ടാൻ 452ൽ നിന്ന് 264 സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് 188. അപ്പം 264 188 ആയിട്ട് ആഡ് ചെയ്യുമ്പോഴാണ് 452 കിട്ടുന്നത്. ചെക്ക് ചെയ്ത് നോക്ക്. 8 4 2 ശിഷ്ടം 1 8 9 10 15 ശിഷ്ടം 1 4. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇത് തന്നെയല്ലേ കിട്ടുന്നത്? അതാണ് ചെക്കിങ്. നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ആൻസർ കറക്റ്റ് ആണോ എന്ന് കൂടെ നോക്കിക്കോളുക. ഓക്കെ, ഇത് 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 198 subtracted from a number makes it 163. What is the number? അതായത്
ഏതോ ഒരു നമ്പറിൽ നിന്ന് 198 കുറച്ചു, സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് 163 കിട്ടി. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഈ നമ്പർ കണ്ടുപിടിക്കുക. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ചെറിയ നമ്പർ എടുക്കണം. ഏതോ ഒരു നമ്പറിൽ നിന്ന് 1 കുറച്ചപ്പോൾ 4 കിട്ടി. ഏതോ ഒരു സംഖ്യയിൽ നിന്ന് 1 കുറയ്ക്കുക എന്ന് വെച്ചാൽ 4 കിട്ടുമെന്ന് വെച്ചാൽ നമുക്ക് കാണാതറിയാം 5ൽ നിന്ന് 1 കുറച്ചാലാ 4 എന്ന്. 5 അങ്ങനെ എഴുതി. പക്ഷെ ഇത് ചെറിയ സംഖ്യയായിട്ടല്ലേ നമുക്ക് പെട്ടെന്ന് കിട്ടിയത്. അപ്പൊ എന്ത് ചെയ്യണം? ഈ 5 എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഈ 4നോട് ഈ 1 കൂട്ടി നോക്കുക, ആഡ് ചെയ്യുക. അങ്ങനെയാണ് ഈ 5 കിട്ടുന്നത്. ഓക്കെ, അതേ കൂട്ട് തന്നെയുള്ള കണക്കല്ലേ ഇത്. ഏതോ ഒരു സംഖ്യ, അതിൽ നിന്ന് ഈ 1 വരെ 198, 163, 4. ഓക്കെ, അങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. 361. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. 361 ഇവിടെ കൊടുക്കണം. 361നോട് 198 കുറച്ചാൽ എത്ര കിട്ടണം? ഇത് കിട്ടണം. നോക്ക്, 361 198, 198 സബ്ട്രാക്ട് ചെയ്തപ്പോ എത്ര കിട്ടി? 163. ഓക്കെ,